കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, സാറേ എൻ്റെ ഉപ്പയൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, മോളെ എന്തിനാ ഉപ്പയെ മാറ്റുന്നത് ചോദിച്ചു. അപ്പോൾ മോളിങ്ങനെ സങ്കടത്തോട് പറഞ്ഞു, എൻ്റെ ഉപ്പ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കും, ഉപ്പ മദ്യപിക്കും, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്നെ ഉമ്മേനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഒരു ആശ്വസിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം, നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം, ഉപ്പയായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മോളിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിലാണുള്ളത്, ഉപ്പക്ക് ചെറിയൊരു അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്, ഉപ്പ ഒന്ന് മാറണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം, നമുക്കും ശ്രമിക്കാം എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മോള് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, സാറേ ഉപ്പ മരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുറച്ച് സമയം ഒന്നിങ്ങനെ സ്റ്റക്കായിട്ടിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും ആ ഒരു കുട്ടിയുടെ ഇമോഷൻ എന്നുള്ളത്. ആ കുട്ടി അതിയായി ആഗ്രഹിച്ചത് ഒന്ന് ഉഷാറായിട്ടുള്ള ഡ്രഗ്സും കാര്യങ്ങളും ആ മദ്യപാനമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഉപ്പയുടെ കൂടെയുള്ള ഒരു ജീവിതം ആ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റാതെ തന്നെ എന്ത് ചെയ്യാണ്, ആ ഉപ്പ അവിടുന്ന് ഇല്ലാതാവുകയാണ്. അപ്പം ഒരുപാട് ആളുകളെ ജീവിതം നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറേ ആളുകൾ ഇതിനാലെ സഫർ ചെയ്യുന്നുണ്ട്. ഈ ലഹരി പദാർത്ഥങ്ങളും ചില അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ കാരണമായിക്കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ പല രീതിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അത് നിങ്ങളെ ശരീരത്തിനും കേടാണ്, നിങ്ങൾക്കറിയാം, നിങ്ങളെ മനസ്സിനും കേടാണ്. ഇനി നിങ്ങൾ ആത്മീയമായിട്ടുള്ളൊരു കണക്ഷനാണ്, അതിനും അത് ഉപകരിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളെ ചുറ്റുമുള്ള ആളുകളെയും അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രയാസത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ കൂടെയുള്ള ചെറിയ കുട്ടികളും അതിനിപ്പോൾ നമ്മളെ ഭാര്യയാണെങ്കിലും അവരൊക്കെ ആഗ്രഹിക്കുന്നൊരു ജീവിതമുണ്ട്. ആ ഒരു ജീവിതം അവരാഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്നാണ്, നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹത്തോടെയുള്ള കുറച്ച് പെരുമാറ്റവും, അതായത് അതെല്ലാം ഒഴിവാക്കിയതിന് ശേഷമുള്ളൊരു പുതിയ ജീവിതം അവരാഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പടുത്തുയർത്തി കെട്ടിക്കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കറിയാലോ കുറഞ്ഞ കാലമല്ലേ ഇവിടെ ഉള്ളൂ, ആ ഒരു കാലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അതായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു എഫേർട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു സംഭവം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനാലെ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ അത് ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടാവും. മേ ബി നിങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളെ നിങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ സ്ട്രെസ്സ് വരുന്ന സമയത്താണ് നിങ്ങൾ മദ്യപിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് എങ്ങനെ ഒഴിവാക്കാം, അതിനെ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ വാങ്ങാം. അപ്പം ഈ രീതിയിൽ നിങ്ങൾ അതിനൊന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു പുതിയൊരു മാറ്റത്തിനായിട്ട് നിങ്ങളെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ, നിങ്ങളെ കുടുംബം എന്ന ലോകത്തിന് ഉപരി ആ പുറത്തുള്ള ഒരുപാട് ആളുകളും അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ചിട്ടൊന്ന് നിങ്ങൾ നല്ല പോലെ ഒന്ന് ചിന്തിച്ചു നോക്കി.